ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു എഡിബിൾ ഫോട്ടോ പ്രിൻറ്റ് കേക്കാണ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ നമ്മളിത് കാത്തോ തീമിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോ പ്രിൻ്റൊക്കെ എടുത്തിട്ട് വെക്കാനായിട്ട് നല്ല എളുപ്പമാണ്. മഴ സമയമൊക്കെയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്, അതിനകത്ത് നിന്ന് ആ പ്രിൻ്റിൽ നിന്ന് ഇളകി വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല ചൂട് സമയമായതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു 1.5 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ്. നമ്മുടെ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് മാത്രമാണ് കേട്ടോ നമ്മളതിലോട്ട് പ്രിൻ്റ് വെച്ച് കൊടുക്കുന്നത്. റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. കേക്ക് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ഈ എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ റൈറ്റിങ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ബോർഡിൽ മാത്രമേ പിന്നെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം നമ്മൾ അതിലൊന്ന് പ്രിൻ്റ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ബർത്ത്ഡേ വിഷൊക്കെ കൂടെ ആ പ്രിൻ്റിൽ കൂടെ തന്നെ എടുക്കാറാണ് പതിവുള്ളത്. നൈനിക എന്നായിരുന്നു വാവയുടെ പേര്. പിന്നെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ നൈനിക ടേൺസ് 2 എന്നുള്ളത് ആ പ്രിൻ്റിൽ കൂടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാത്തു തീമിൻ്റെ ആ വർക്കും ആ ഒരു കാത്തുവിൻ്റെ ഫോട്ടോസാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സെൻട്രൽ പോർഷനിലായിട്ട് കേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ 7 ഇഞ്ചിലാണ് നമ്മൾ ഈ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അത് സെൻട്രൽ പോർഷനിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേക്കിന് ചുറ്റുമായിട്ട് ആ ഒരു ഗ്രാസ് നോസിൽ ഡിസൈനാണ് കൊടുക്കുന്നത്. ആദ്യം കസ്റ്റമർ നമ്മുടെ എഡിബിൾ അല്ലാത്ത ജസ്റ്റ് പേപ്പർ ടോപ്പർ വെച്ചിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് നമ്മൾ എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് കേക്കിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. കേക്കിൽ നമ്മളൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം തന്നെ ഇവിടെ ഒരു ആ ഗ്രാസ് നോസൽ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലോട്ട് കുറച്ച് ഫോണ്ടൻറ്റ് വർക്കാണ് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ എഡിബിൾ ആണല്ലോ അത്. അപ്പോൾ എഡിബിൾ അല്ലാത്ത പ്രിൻറ്റുകൾ വെക്കേണ്ടെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് എഡിബിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെഡും യെല്ലോ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കേക്ക് നമുക്ക് ഈവനിങ് ആയിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മോർണിംഗ് തന്നെ കേക്കിലുള്ള ഫോണ്ടൻറ്റ് വർക്കെല്ലാം കുറച്ച് ഫ്ലവേഴ്സെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ നേരത്തെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ നമ്മൾ കേക്കിന് ചുറ്റും പിന്നെ കേക്കിലെ താഴത്തെ പോർഷനിലും കൂടെ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് കേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ, കേക്കിൽ നമ്മളത് ആ പ്രിൻ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്ത് എടുക്കുന്നത് വരെ നല്ല ടെൻഷനായിരിക്കും കേട്ടോ. എനിക്ക് രാവിലെ മുതലേ നല്ല ടെൻഷനായിരുന്നു. വൈകുന്നേരം അത് എടുക്കുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ട് വരുമോ എന്താണെന്നുള്ളത് ആലോചിച്ചിട്ട്. പക്ഷേ എന്തോ നമുക്ക് ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ഇതായിരിക്കാം, എളുപ്പം തന്നെ ഈസി ആയിട്ട് നമുക്ക് അതിനകത്തുനിന്ന് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നേ. നല്ല തണുപ്പുള്ള ക്ലൈമറ്റുള്ള സമയത്താണ് നമുക്ക് ഇതുപോലെ ഓർഡേഴ്സ് വരുന്നതാണെങ്കിൽ ഞാൻ ഓവൻ്റെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഓവൻ്റെ മേലെ അകത്തല്ല ഓവൻ്റെ പുറത്ത് പതിയെ നമ്മൾ ആ ഷീറ്റൊന്ന് വെച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം എടുത്തു കഴിഞ്ഞാലും ഈസി ആയിട്ട് ഇളകി വരും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയും ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റി. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വർക്കെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഫൈനലി ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഫിനിഷിങ് വർക്കെല്ലാം കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് ഡിസൈൻ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.